ആ ഡിഗാമ കൊട്ടാരത്തിനകത്തെ ഒരു 16 ഭൂതമുണ്ട്. അതെ, ബറോസിൻ്റെ കഥ കഴിഞ്ഞ ദിവസം എനിക്ക് ലാലേട്ടൻ അയച്ചു തന്നായിരുന്നേ. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്നില്ല. എന്നാൽ പിന്നെ അത് നിങ്ങളോടൊന്ന് വിളിച്ചു പറഞ്ഞേക്കാമെന്ന് ഓർത്ത്. സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ ഇത് ചിലപ്പോൾ സ്പോയിലർ ആയിരിക്കും കേട്ടോ. പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. ഈ ബറോസിൻ്റെ സ്റ്റോറി ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാനിത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ആലോചിച്ചെടുത്തിരിക്കുന്നത്. മറ്റൊന്നുമില്ല, ഇതിൻ്റെ ട്രെയിലറും അതിൻ്റെ പാട്ടും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തന്നെ തോന്നിയ ഒരു ഐഡിയയാണ്. എന്നാൽ പിന്നെ തുടങ്ങിയേക്കാം അല്ലേ. ഈ ബറോസിൻ്റെ സ്റ്റോറി അവിടുന്ന് ഇവിടുന്ന് അറ്റം മൂലം കേട്ടത് വെച്ച് നോക്കുമ്പോൾ ഇത് ഇന്ത്യയിൽ നടക്കുന്നൊരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഒരിടത്തൊരിടത്തൊരിടത്ത് കുറച്ച് പോർച്ചുഗീസുകാരുണ്ടായിരുന്നു. അപ്പം ആ പോർച്ചുഗീസുകാരുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ഈ ഇസബെല്ല എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു പാചകക്കാരനോ അല്ലെങ്കിൽ അവരൊരു ബാല്യക്കാരനോ അങ്ങനെയൊക്കെ കൂട്ടാവുന്ന ഒരാളാണ് നമ്മുടെ ലാലേട്ടൻ അവതരിപ്പിക്കുന്ന ബറോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഈ ബറോസ് എന്ന് പറഞ്ഞ ആളും ഈ ഇസബെല്ല എന്ന് പറഞ്ഞ ആ പെൺകൊച്ചും തമ്മിൽ ഭയങ്കര അടുപ്പമാണ്. അതായത് ഒരു അപ്പൻ മോളെ പോലെ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. അത് അവിടെയുള്ള ചില അവന്മാർക്കൊന്നും ഇഷ്ടമൊന്നുമില്ല. ഇഷ്ടമില്ലാത്ത ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് ഇയാളാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇവർക്കൊരു ആക്രമണം ഉണ്ടാകുന്നു പുറത്തുനിന്ന്. അതിൻ്റെ ഒരു സീനും ഇതിൻ്റെ അത് കാണിക്കുന്നു. ഒരു വലിയൊരു തടി വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ കൊട്ടാരത്തിലോട്ട് ഒരു ആക്രമണം ഉണ്ടാകുന്നു. ആക്രമണം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവരുടെ കയ്യിൽ കുറേ സ്വത്തുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സംരക്ഷിക്കണം. അപ്പോൾ ഇത് സംരക്ഷിക്കണമെങ്കിൽ ഇവരുടെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആരെയെങ്കിലും ഒരു വിശ്വസ്തനെ പിടിച്ച് മന്ത്രവാദങ്ങളൊക്കെ ചൊല്ലി അയാളെ ഭൂതമാക്കിയിട്ട് ഇതിന് കാവലിരുത്തുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരാളെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണമല്ലോ. അപ്പോൾ ആരാകും ഭൂതം എന്നൊരു ഇവരൊരു മീറ്റിംഗ് ഒക്കെ കൂടുമ്പോഴത്തേക്കും ഞാൻ ആദ്യം പറഞ്ഞ മറ്റേ അവനുണ്ടല്ലോ, ഇവൻ നിങ്ങൾ ട്രെയിലറിനകത്ത് കണ്ടല്ലോ, ഇവൻ ബറോസ് എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഈ പുള്ളിക്കാരൻ പേര് സജസ്റ്റ് ചെയ്യുന്ന ഭാഗമാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ പുള്ളിക്ക് നമ്മുടെ ബറോസിനോട് ഭയങ്കര വൈരാഗ്യമുണ്ട്. അത് ഈ കുട്ടിയോടുള്ള അടുപ്പം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നറിയത്തില്ല. പക്ഷേ ഇയാൾക്ക് കലിപ്പുണ്ട്. അങ്ങനെ ഇയാളുടെ കുത്തിത്തിരിപ്പ് കാരണം നമ്മുടെ ബറോസിനെ ഇവർ ഭൂതമാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഒരു സീനൊക്കെ ഉണ്ടോ, പുള്ളിനെ ഇങ്ങനെ പിടിച്ച് കെട്ടിക്കൊണ്ടൊക്കെ വരുന്നതുണ്ടോ. അത് ഇതിനു വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ പെൺകുട്ടിക്ക് ഭയങ്കര വിഷമാണ്. ആ കൊച്ചിൻ്റെ ബറോസ് പപ്പ എന്നാണ് ആ പെൺകുട്ടി വിളിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് ഈ പെൺകുട്ടിക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. ആ കുട്ടി സീനൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവരൊന്നും സമ്മതിക്കുന്നില്ല. ഈ കൊച്ചിനെ മാറ്റുന്നു. അതിനുശേഷം ഇവർ ദുർമന്ത്രവാദമൊക്കെ ചെയ്തിട്ട് ഈ പുള്ളീനെ ഭൂതമാക്കുന്നു. അപ്പോൾ ആ മന്ത്രവാദിയാണെന്ന് തോന്നുന്നു. എൻ്റെ അകത്ത് കാണിക്കുന്നത് തന്നെ മസാവന എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ പുള്ളിക്കാരി മന്ത്രവാദിയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം ഇവർ നാട് വിടുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയും പോർച്ചുഗീസുകാർ കംപ്ലീറ്റ് നാട് വിടുക. അപ്പോൾ ഈ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഇയാളെ ഭൂതമായിട്ട് അവിടെ കാവലായിട്ട് നമ്മുടെ ഡിഗാമ കൊട്ടാരത്തിൽ അങ്ങ് ഇരിക്കുന്നു. ഈ ഭൂതമാക്കപ്പെട്ട ബറോസിൻ്റെ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തലമുറയിൽപ്പെട്ട ആരെങ്കിലും തിരിച്ചു വന്നു കഴിയുമ്പോൾ അവരെ ഭദ്രമായിട്ട് ഈ സ്വത്ത് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ബറോസിൻ്റെ ചുമതല. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പിന്നീട് ഇവരെല്ലാവരും കൂടെയാണോ അതോ ആ കുട്ടി മാത്രമാണോ എന്നറിയത്തില്ല, അവർ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് ഈ കുട്ടി ബറോസ് പപ്പേനെ തിരക്കി ആ ഡിഗാമ കൊട്ടാരത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നതും അവിടെ നടക്കുന്ന കുറച്ച് സംഭവവികാസങ്ങളുമൊക്കെയാണ് ബാക്കി കഥ. ഇത്രയാണ് ലാലേട്ടൻ എന്നോട് പറഞ്ഞു തന്ന കഥ. പക്ഷേ ഞാനിത് നിങ്ങളോട് പറയുമെന്ന് ഒരു പക്ഷേ ലാലേട്ടൻ അറിയായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ലാലേട്ടൻ ഇതിൻ്റെ കഥയെല്ലാം പൊളിച്ചെടുക്കും. സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് ആക്കണമല്ലോ. സ്ക്രിപ്റ്റ് ആക്കുമ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ചിലപ്പോൾ ഈ കഥ തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം എന്നെ കുറ്റം പറഞ്ഞേക്കരുത് കേട്ടോ. എനിക്ക് എന്നോട് ആദ്യം പറഞ്ഞു തന്ന കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ശരി, ഓക്കെ.